കുടിച്ചതിന്റെ പേരിൽ ഹദ്ദെടുക്കപ്പെടുന്ന മനുഷ്യന് ആരോ പഴി പറഞ്ഞപ്പോൾ അല്ലാഹുവിന്റെ റസൂൽ അവരോട് പറയല്ലടോ ഇന്നഹു യുഹിബ്ബുല്ലാഹ വറസൂലഹു. സ്വഹീഹുൽ ബുഖാരി. ഈ മനുഷ്യൻ അല്ലാഹുവിനെ സ്നേഹിക്കുന്നവനാണ്, റസൂലുള്ളാഹിനെ സ്നേഹിക്കുന്നവനാണ്. മനസ്സിന്റെ അകത്ത് മഹബത്തുണ്ട്. തെറ്റ് ചെയ്താലും ഈ മഹബത്ത് കൊണ്ട് അല്ലാഹു പുറത്തു കൊടുത്തേക്കാം എന്നുള്ള സൂചന ഹബീബ് റസൂലുള്ളാഹ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവര്, മഹബത്താ നമുക്ക് വേണ്ടത്. ആ മഹബത്ത് വെച്ചുകൊണ്ട് പോകണം മദീനയിലേക്ക്. ഒരു കാല് ഉറച്ചു വെക്കാൻ പറ്റൂല, ഉറപ്പിക്കാൻ കഴിയൂല. കാലുകൾ കൂട്ടിമുട്ടും മോനെ, കാലുകൾ വിറയ്ക്കും മോനെ, മനസ്സുകൾ തുടിക്കും മോനെ, അതരങ്ങൾ വിറയ്ക്കും മോനെ, കണ്ണുകൾ അറിയാതെ ഒഴുകും മോനെ, കൽബുകൾ പടപടയ്ക്കും മോനെ, കൈകൾ വിറയ്ക്കും മോനെ, ശരീരമാസകലം പതറിപ്പോകും മോനെ. ഹബീബിനിക്ക് സലാം പറയാൻ വേണ്ടി നിൽക്കുമ്പോൾ അതുകൊണ്ട് നിർത്തട്ടെ പൊന്നുമക്കള്. ആ മഹബത്തോടുകൂടെ ഇവിടെ വന്നുകൊണ്ട് സിയാറത്താക്ക, ഇവിടെ വന്നുകൊണ്ട് പരാതി പറയാ. സംശയത്തോടെ വരണ്ട, സംശയം ചോദിക്കണ്ട. ഇവര് മരിച്ചു പോയവരല്ലേ, നേരിട്ട് പറഞ്ഞാ കേൾക്കൂ. ഈ സംശയത്തിൽ ചോദിച്ചാൽ ഇല്ല മോനെ. അതുകൊണ്ട് ജീവിതകാലത്ത് എങ്ങനെയാണോ തങ്ങളോട് നിങ്ങൾ പെരുമാറിയത്, എങ്ങനെയാണോ സംസാരിച്ചത്, എന്തൊക്കെയാണോ ചോദിച്ചത്, ഒരു സംശയവും വേണ്ട. നേർക്ക് നേരെ ചോദിച്ചോ. തങ്ങൾ പാപ്പാ, ഞാൻ ഇന്ന വിഷമത്തിലാണ്, ഞാൻ ഇന്ന പ്രശ്നത്തിലാണ്, ഞാൻ ഇന്ന പ്രയാസത്തിലാണ്, ഒന്നൊരു ശുപാർശ എനിക്ക് വേണ്ടി ചെയ്യണേ. ഞാൻ പാപിയാണ്, എനിക്ക് വേണ്ടി ദുആ ചെയ്യണേ എന്ന് പറഞ്ഞോ പൊന്നുമക്കളെ. ഈ ദുഃഖത്തുള്ള മുഅ്മിനീങ്ങള്, നിങ്ങൾ ഭാഗ്യവാന്മാരാ. നിങ്ങൾക്ക് ക്യാൻസർ ഇല്ല, നിങ്ങൾക്ക് കിഡ്നിക്ക് പ്രശ്നമില്ല, ഹാർട്ടിന്റെ അസുഖമില്ല, ബ്ലഡിന് ക്യാൻസർ ഇല്ല, ബ്രസ്റ്റിന് ക്യാൻസർ ഇല്ല എന്ന് പറഞ്ഞാൽ വരില്ല മക്കളെ. ഭീകരവാദികളായ ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുന്ന പല ആശുപത്രികളുടെ ഉള്ളിൽ ഇന്ന് കാണുന്ന കാഴ്ച എന്താണ്? അതുകൊണ്ട് നിങ്ങൾക്ക് വലിയ ഭാഗ്യം അല്ലാഹു തന്നിരിക്കുന്നു എന്ന് അവസാനം ഒന്നും കൂടെ ഓർമ്മപ്പെടുത്തിയിട്ട് ഇവിടെയുള്ള വെള്ളവും ഇവിടെയുള്ള സിയാറത്തും ആദ്യം അല്ലാഹു നിങ്ങൾക്കാണ് ഫലം തരിക. സംശയം വേണ്ട. നിങ്ങൾ അൻസാരിങ്ങളാ, നിങ്ങൾ അൻസാരിങ്ങൾക്കുള്ള സ്ഥാനത്താ. അതുകൊണ്ട് ഈ മഹല്ലത്തിനു വേണ്ടി ആരൊക്കെ കഷ്ടപ്പെടുന്നുണ്ടോ, ദിവസങ്ങളായി ഇവിടെ വന്നുകൊണ്ട് ഉറക്കമൊഴിച്ചുകൊണ്ട് ഭക്ഷണം വെക്കാൻ, ഹിദ്മത്തെടുക്കാൻ, അടിച്ചുവാരാൻ, പാത്രം കഴുകാൻ, ഇറച്ചി മുറിക്കാൻ, കറികൾ മുറിക്കാൻ കഷ്ടപ്പെടുന്ന ഒരുപാട് മുഅ്മിനീങ്ങൾ, ഞാൻ വീണ്ടും പറയുന്നു, ഇത് മഹബത്തിന്റെ പേരിലാണെങ്കിൽ കള്ളു കുടിച്ചവനക്ക് ഹദ്ദെടുക്കപ്പെടുമ്പോൾ ചീത്ത പറഞ്ഞ സ്വഹാബികള്, വഴക്ക് പറയുന്ന സ്വഹാബികള്, അല്ലാഹുവിന്റെ ഹബീബ് മിണ്ടിപ്പോകരുതണോ. ഇന്നഹു യുഹിബ്ബുല്ലാഹ വറസൂലാ. അല്ലാഹുവിനോടും അവന്റെ ഹബീബിനോടും മഹബത്തുള്ള മനുഷ്യനാണെന്ന് ഹബീബ് റസൂലുള്ളാഹ്. ആ മഹബത്ത് മഹബത്ത് ഉണ്ടെങ്കിൽ അത് നമുക്ക് തീർച്ചയായിട്ടും പ്രതീക്ഷയാണ്. അതുകൊണ്ട് ഇനി നമുക്ക് 10:30 നിർത്തണം. നമ്മുടെ മാമൂല അങ്ങനെയാ അല്ലേ? അതുകൊണ്ട് ഞാൻ ഇന്നിവിടെ നിർത്തുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സദാത്യങ്ങളെയും ഈ ആലിമീങ്ങളെയും സാലിഹീങ്ങളെയും ഒക്കെ ആത്മാർത്ഥമായി സ്നേഹിച്ച് മഹബത്ത് മനസ്സിലാണ്, കൽബിന്റെ അകത്ത. അത് കുറെ കാട്ടിക്കൂട്ടലുകളല്ല, അത് കുറെ ജാടകളല്ല, അത് കുറെ കോമാളിത്തരങ്ങൾ കളിക്കലല്ല. അത് കൽബിന്റെ അകത്ത, മനസ്സിന്റെ അകത്ത് കൽബിന്റെ ഇബാദത്താണ് മഹബത്ത്. കൽബിന്റെ 20 ചില്ലാനം ഇബാദത്തുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് മഹബത്ത് കേട്ടോ. അതുകൊണ്ട് അന്ത മഅമൻ അഹ്ബബ്ത എന്ന ഹബീബിന്റെ ഹദീസ്, അതാണ് എന്നെ
ഏറ്റവും കൂടുതൽ സന്തോഷിപ്പിച്ചത് എന്ന് റസൂലുള്ളാഹിന്റെ നിഴല് പോലെ 10 കൊല്ലം പിന്നാലെ കൂടിയിട്ട് 10,000-കണക്കായ ഹദീസുകൾ പഠിക്കാൻ ഭാഗ്യം ലഭിച്ച അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു പറയാ, എന്നെ ഏറ്റവും കൂടുതൽ സന്തോഷിപ്പിച്ചത് അന്ത മഅമൻ അഹബബ്ത എന്ന ഹബീബിന്റെ ഹദീസാണ്. ആളുകൾ ഞങ്ങളോട് ദുആ ചെയ്യാൻ ഏൽപ്പിച്ചവരുണ്ട്. ഇവിടെ ഈ ഉറൂസ് തുടങ്ങിയത് മുതൽക്ക് മാത്രമല്ല, എല്ലാ സമയത്തും ഈ സ്ഥാപനത്തിന് സഹായിച്ചു കൊണ്ടിരിക്കുന്നവർ, മാസാന്തം പണം തരുന്നവർ, കൊല്ലത്തിൽ വരസംഖ്യ തരുന്നവർ, ഇതിന് മെമ്പർമാരായിട്ടുള്ള ആളുകൾ ആരൊക്കെയാണോ എവിടൊക്കെയാണോ തൗഫീഖ്